മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ തന്റെ മനസ്സിലെ വിഷം മുഴുവനും കണ്ണന് മുന്നിൽ ചെയ്തിരുന്നു. അന്നേരം കണ്ണനാണെങ്കിൽ മേഘനാഥനേക്കാൾ വലിയൊരു വിഷപ്പാമ്പാണ് ഉണ്ണിയെന്നും മേഘനേക്കാൾ കൊടും ക്രൂരത മനസ്സിൽ സൂക്ഷിക്കുന്നവനാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും തന്നെ കൂടെ തന്നെ കൊല്ലാനായിട്ട് കണ്ണനോട് ഉണ്ണി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട് കണ്ണനാണെങ്കിൽ സകല നിയന്ത്രണവും നശിക്കണം. പക്ഷെ അവന് മുന്നിൽ കാണിക്കാതെ ഉണ്ണിക്കിട്ട് മുട്ടൻ പണിയാണ് കൊടുക്കുന്നത്. കമലേശ്വരം ഫിനാൻസിൽ നിന്നും എന്നേക്കുമായിട്ട് ഉണ്ണിയെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു. ഇതറിയുന്ന ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും മഹിയുടെയും കണ്ണന്റെയും തീരുമാനം അത് നടപ്പിലാക്കുന്നത് മഞ്ജുവാണ്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനോട് പൊട്ടിത്തെറിക്കാനായിട്ട് കരുണ പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിന്റെ വായിൽ നിന്നും വയർ നിറച്ചും കേട്ടതിനു ശേഷം കരുണ നേരെ ചെല്ലുന്നത് തന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണമെന്നും പ്രതാപൻ കരുണയെ ഉപദേശിക്കുന്നു. കാരണം ബാലൻസ് ഉള്ള കണ്ണന്റെ സ്വത്തുക്കൾ വന്നു ചേരാൻ പോകുന്നത് കമലേശ്വരം തറവാട്ടിലെ അനന്തരാവകാശിക്കാണ്. അത് നിങ്ങളുടെ കുഞ്ഞാവണമെന്ന് പറയുമ്പോൾ ആണത്തമില്ലാതെ ഉള്ള ജോലിയും കളഞ്ഞു എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് എനിക്കിപ്പോ താല്പര്യമില്ല. ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, അതിനുശേഷം മതി ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കൽ. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ വാമദേവനും സീമന്തരിയും വന്ന് കണ്ണന് വേണ്ടി സ്വാതിയെ ആലോചിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിനെക്കുറിച്ച് കണ്ണനോട് സംസാരിക്കാനും അവർ തീരുമാനിക്കുകയാണ്. ദുർഗയാണെങ്കിൽ അവർക്ക് മുന്നിലിട്ട് കണ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൻ വലിയ മണ്ടനാണെന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു. കാരണം സ്വത്തുക്കളൊക്കെ തന്നെ അവളുടെ പേരിൽ എഴുതി വെച്ചു. ഇനി അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരിക്കലും കഴിയില്ല. അത്തരം നിയമക്കുരുക്കുകളാണ് അതിന് മുകളിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്വത്തുക്കൾ തൊലച്ചു കളയാനായിട്ട് സമ്മതിക്കരുത്. എത്രയും പെട്ടെന്ന് സ്വാതിയെ കൊണ്ട് കണ്ണനെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ സ്വാതിയാണെങ്കിൽ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാൽ മാത്രമേ താൻ വിവാഹം കഴിക്കത്തുള്ളെന്നും വലിയ ത്യാഗം ചെയ്യാനൊന്നും തന്നെ കൊണ്ട് കഴിയില്ല എന്നും സ്വാതി പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് കണ്ണൻ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം, എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ട. പിന്നെ സ്വാതി അവൾ എന്റെ കുഞ്ഞനീതിയെ പോലെ തന്നെയാണ്. അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവൾക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുവച്ച് നമുക്ക് വിവാഹം നടത്താം. അതിനുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തോളാം. നല്ലൊരു ജീവിതമുള്ള കുട്ടിയാണ്. വെറുതെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവളെ ഉപദേശിച്ച് കുഴിയിലേക്ക് തള്ളിയിടരുതെന്നൊക്കെ പറയണം. അത് പിന്നെ കണ്ണ, ഇനി ഈ തറവാട്ടിൽ മറ്റൊരു പെണ്ണ് വന്നുകൂടാ പുറമേ നിന്നും. എന്തായാലും എനിക്ക് ഈ ജന്മം നടക്കാനായിട്ട് കഴിയില്ല സ്വാതി. ആ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അത് നീ ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ. ആ നിലപാട് തന്നെയായിരിക്കും ഇപ്പോഴും നിന്റെ മനസ്സിൽ. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. ഈ സമയം സ്വാതിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വാതി പറയുകയാണ്, ശരി, തോമസ് വൈദ്യനാണല്ലോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അച്ഛന്റെ അസുഖം മാറ്റിയെടുത്തതും സാറാണ്. സാറിനെ കണ്ട് സംസാരിക്കാം. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കണ്ണേട്ടനെ വിവാഹം ചെയ്യുള്ളൂ എന്ന് സ്വാതി തറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ വാമദേവന്റെയും ദുർഗയുടെയും സീമന്തയുടെയും കൂടെ തോമസ് സാറിനെ കടഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് സാറിനോട് സംസാരിക്കുന്നു. സാർക്കാണെങ്കിൽ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. കണ്ണന് ഈ ജീവിതത്തിൽ ഇനി നടക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയ്ക്കും വലിയൊരു ഇഞ്ചുറിയാണ് അയാൾക്ക് പറ്റിയിട്ടുള്ളത്. പിന്നെ അയാൾ മാനസികമായിട്ടും തയ്യാറായിട്ടില്ല നടക്കണം എന്നുള്ള കാര്യത്തിൽ. ഒരു രോഗിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ ചികിത്സിക്കാൻ വന്നപ്പോഴൊക്കെ തന്നെ അയാളിൽ അതുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ജന്മം അയാൾ നടന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കില്ല, അത് ഉറപ്പാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം മഹാലക്ഷ്മി അവനെ വിട്ടു പോയത്. ഏതൊരു പെൺകുട്ടിക്കും തന്റെ ജീവിതം ത്യാഗം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ സാർ എന്താ പറഞ്ഞു വരുന്നത്? കണ്ണേട്ടൻ നടക്കില്ല എന്നാണെന്ന് സ്വാതി ചോദിക്കുമ്പോൾ അതെ, തീർച്ചയായിട്ടും നടക്കില്ല. 100% കണ്ണൻ നടക്കാനുള്ള ചാൻസ് കുറവാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് സ്വാതിയാണെങ്കിൽ തന്റെ മനസ്സ് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരിക്കലും തനിക്ക് അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ആർക്ക് വേണ്ടിയിട്ടും അവളുടെ ജീവിതം ത്യജിക്കാനും സ്വാതി തയ്യാറല്ല. അങ്ങനെ അവളുടെ ഉറച്ച തീരുമാനം എല്ലാവർക്കും മുന്നിൽ വെച്ചും പറയുന്നുണ്ട്. തോമസ് വൈദ്യനാണെങ്കിൽ പറയുകയാണ്, ഇനി മഹാലക്ഷ്മിക്ക് പറ്റിയ അബദ്ധം വേറൊരു പെൺകുട്ടിക്കും പറ്റാതിരിക്കട്ടെ. കണ്ണനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. അയാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്നിങ്ങനെ സാറും പറയുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്നും പിണങ്ങി പോയപ്പോ ഞാൻ കരുതിയത് എന്നേക്കുമായിട്ട് പോയെന്നാണ്. അങ്ങനെ എന്നേക്കുമായിട്ട് പോവാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഉണ്ണിയേട്ടാ. ഇത്രത്തോളം കാര്യങ്ങൾ എത്തി. ഉണ്ണിയേട്ടൻ അവള് കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ള ആകെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കണ്ണേട്ടനെ ചൊടിപ്പിക്കുക. അതുവഴി കണ്ണേട്ടൻ വേണം ഇനി ആ കുഞ്ഞിനെയും അവളെയും ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോ അയാളായിരിക്കും ജയിലിലേക്ക് പോവുക. ശിഷ്ടകാലം അയാൾ ജയിലിൽ കിടക്കട്ടെ. അയാളുടെ സ്വത്തുക്കളെല്ലാം തന്നെ നമുക്ക് അനുഭവിക്കാം. പിന്നെ മാർക്ക് ഉറപ്പായിട്ടും അയാളെ കൊല്ലും. കാരണം മഹാലക്ഷ്മി അവന് ഒരു സ്പെഷ്യൽ ആണല്ലോ. എനിക്ക് തോന്നുന്നത് അവന്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ എന്നതാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയപ്പോ എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും അവൻ വകവരുത്തിയത്. എന്തായാലും അങ്ങനെ വരുമ്പോ കണ്ണനും മാർക്കോയും തമ്മിൽ തല്ലാൻ ചാൻസ് ഉണ്ട്. അതല്ലേ ഏറ്റവും നല്ലത്. ഇനി മുതൽ കണ്ണേട്ടനെ ചൊടിപ്പിക്കാൻ വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. ഞാനത് ഓൾറെഡി കണ്ണേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു കരുണേ. കണ്ണേട്ടന്റെ കൈ കൊണ്ട് തന്നെ കണ്ണേട്ടനെ ചതിച്ചവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോ ആളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും
നമുക്ക് കണ്ണേട്ടനോട് സംസാരിക്കാം, അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി ഇവിടെ നിന്നും ഒരു സ്വത്തുക്കളും കുടുംബത്തിലുള്ളവർക്ക് പോലും പോകരുത്. സ്വാതി എന്തായാലും കല്യാണത്തിന് സമ്മതിക്കില്ല. കാരണം തോമസ് സാറ് പറഞ്ഞു കഴിഞ്ഞു കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ശല്യമില്ല. ഇനി നമ്മൾ വേണം ഇതിനായിട്ട് മുന്നോട്ട് ഇറങ്ങാനായിട്ട്. എന്തുകൊണ്ടും നമ്മളെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നൊക്കെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു. ഉണ്ണിയും അതിന് സമ്മതം മൂളുകയാണ്. എന്തായാലും പുതിയൊരു പടയൊരുക്കത്തിന് തയ്യാറാവുകയാണ് കരുണയും ഉണ്ണിയും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.